നമ്മുടെ ഉള്ളിലൊരു ഊർജ്ജമുണ്ട്, ഒരു ഉണർവ്. അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അതാണ് പ്രാണൻ. ഈ പ്രാണനെ, അതായത് നമ്മുടെ ജീവശക്തിയെ എങ്ങനെയൊന്ന് ഉഷാറാക്കിയെടുക്കാം, എങ്ങനെ അതിനെ നമ്മുടെ വരുതിയിലാക്കാം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വാ, തുടങ്ങാം. ഈ പറയുന്ന വാചകം കണ്ടോ? ഇത് പ്രാണന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കൃത്യമായി കാണിച്ചു തരും. ഇത് വെറുമൊരു ശ്വാസമല്ല, നമ്മുടെ ജീവന്റെയും ബുദ്ധിയുടെയുമൊക്കെ അടിസ്ഥാനം തന്നെയാണിത്. ഈ ഒരു വലിയ ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ പ്രാണൻ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവശക്തി, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഫോഴ്സ്. ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് പ്രാണായാമം. അതായത് നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ആ ഒരു കല, അത് തന്നെ. അപ്പോൾ ഈ വിഷയത്തിലൂടെ നമുക്ക് ഒരു യാത്ര പോകാം. ഒരു 5 സ്റ്റോപ്പുകളുണ്ട്. ആദ്യം പ്രാണന്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കും. പിന്നെ നമ്മുടെ ശ്വാസത്തെ എങ്ങനെ മാസ്റ്റർ ചെയ്യാമെന്ന് പഠിക്കും. അതിനുശേഷം ധ്യാനത്തിലൂടെ ഉള്ളിലേക്ക് നോക്കും. ശബ്ദവും നിറവുമൊക്കെ എങ്ങനെ ഇതിനെ സഹായിക്കുന്നുവെന്നും അവസാനം പ്രകൃതിയിൽ നിന്ന് തന്നെ എങ്ങനെ ഈ ഊർജ്ജം നേടിയെടുക്കാമെന്നും നമ്മൾ കാണും. ശരി, അപ്പോ ആദ്യത്തെ കാര്യം, പ്രാണന്റെ ഉറവിടം. ഇത് എവിടെന്നാ വരുന്നത്? ഇത് വെറുതെ ശ്വാസമെടുക്കുന്നതിൽ ഒതുങ്ങുന്നില്ല കേട്ടോ. നമ്മുടെ ഇന്ദ്രിയങ്ങളില്ലേ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ, അതുപോലെ പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം, അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവയെ അടിച്ചമർത്തുക എന്നല്ല, ഒരിക്കലുമല്ല. പകരം ഒരു തേരാളി കുതിരകളെ നിയന്ത്രിക്കുന്നതുപോലെ നമ്മുടെ ഊർജ്ജത്തെ കറക്റ്റായിട്ട് ശരിയായ ദിശയിലേക്ക് നയിക്കുക. ഇതിനെയാണ് യോഗശാസ്ത്രത്തിൽ പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇനി രസകരമായൊരു കാര്യം പറയാം. ഈ പ്രാണൻ ശേഖരിക്കാൻ ചില പ്രത്യേക സമയങ്ങളുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്നറിയോ? പുലർച്ച, ബ്രാഹ്മമുഹൂർത്തമെന്ന് പറയും. ആ സമയത്ത് പ്രാണൻ ഏറ്റവും ശക്തമായിരിക്കും. അതുപോലെ തന്നെ സൂര്യോദയം, നട്ടുച്ച, സൂര്യാസ്തമയം. ഈ സമയങ്ങളിലും പ്രാണന്റെ ഒഴുക്കിൽ വലിയ മാറ്റങ്ങൾ വരും. പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സമയങ്ങളാണിത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. പ്രാണായാമം. പ്രാണനെ വികസിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടീസ്. ഇത് വെറുതെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തുവിടുന്ന ഒരു ഏർപ്പാടല്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ടിതിൽ. പ്രാണായാമത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇതിന്റെ ലക്ഷ്യം ശ്വാസത്തെ ബലം പ്രയോഗിച്ച് പിടിച്ചുവെക്കുകയോ ടെൻഷനുണ്ടാക്കുകയോ അല്ല. നേരെ മറിച്ച് പൂർണ്ണമായി റിലാക്സ് ചെയ്യുക, ഉള്ളിലെ പിരിമുറുക്കങ്ങളെല്ലാം അഴിച്ചുവിടുക. എന്നിട്ട് ആ ജീവശക്തിയെ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കുക. അതാണ് ശരിയായ രീതി. തുടങ്ങാൻ വേണ്ടിയത് ഒരു സിമ്പിൾ ടെക്നിക്. സുഖമായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഇനി പുറത്തേക്ക് വിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഉള്ളിലേക്കെടുത്തതിനേക്കാൾ ഇരട്ടി സമയം എടുക്കണം. അതായത് ഒരു 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്കെടുത്താൽ ഒരു 8 സെക്കൻഡ് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. ഇത് പ്രാണനെ ബാലൻസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ്. പ്രാണായാമത്തിൽ തന്നെ പല രീതികളുണ്ട്. ഉദാഹരണത്തിന് സോഹം പ്രാണായാമം. ശ്വാസമെടുക്കുമ്പോൾ മനസ്സിൽ സോ എന്നും പുറത്തുവിടുമ്പോൾ ഹം എന്നും ചിന്തിക്കുക. പിന്നെ നാഡീശോധനയുണ്ട്. ഒരു മൂക്കിലൂടെ ശ്വാസമെടുത്ത് മറ്റേതിലൂടെ പുറത്തുവിടുന്നത്. അതുപോലെ ജ്ഞാനപ്രാണായാമം. പുറത്തുള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി പൂർണ്ണമായും ഉള്ളിലേക്ക്, നമ്മുടെ ബോധത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത്. ഇതെല്ലാം പ്രാണനെ സ്വാധീനിക്കാനുള്ള വഴികളാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട്. പ്രാണായാമം വളരെ ശക്തമായ ഒരു പരിശീലനമാണ്. അതുകൊണ്ടുതന്നെ ഇത് സ്വയം ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണിത്. ഓക്കെ, നമ്മൾ ശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ശ്രദ്ധയെ മനസ്സിലേക്ക് മാറ്റാം. ധ്യാനത്തിലൂടെ എങ്ങനെ പ്രാണനെ സ്വാധീനിക്കാം, നമ്മുടെ അവബോധം എങ്ങനെ കൂട്ടാം എന്ന് നോക്കാം. പ്രാണൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് ധ്യാനരീതികളാണിത്. വെറുതെ മലർന്നുകിടന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്കുക. അല്ലെങ്കിൽ ഒരു മരത്തിലെ ഇലകൾക്കിടയിലുള്ള ആ ഗ്യാപ്പില്ലേ, ആ ശൂന്യതയിലേക്ക് ശ്രദ്ധിക്കുക. അതുമല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിലെ ആ ശൂന്യതയെക്കുറിച്ച് ധ്യാനിക്കുക. ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന വിപാസന പോലും വളരെ പവർഫുള്ളാണ്. ഇതാണ് ആ ആശയത്തിന്റെ കാതൽ. നമ്മുടെ ശ്രദ്ധ എപ്പോഴും വസ്തുക്കളിലാണ്, അല്ലേ? ആ കസേര, ഈ മേശ. പക്ഷേ അവയ്ക്കിടയിലുള്ള ആ ഒഴിഞ്ഞ സ്ഥലത്തെ, ആ ശൂന്യതയെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്നോ? നമ്മുടെ ബോധം വികസിക്കും, പ്രാണൻ വർദ്ധിക്കും. പ്രാണായാമവും ധ്യാനവും മാത്രമല്ല, കുറച്ചുകൂടി സൂക്ഷ്മമായ വഴികളുണ്ട് പ്രാണനെ സ്വാധീനിക്കാൻ. ശബ്ദം, നിറങ്ങൾ, മന്ത്രങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് നോക്കാം. ഓരോ മന്ത്രത്തിനും ഓരോ പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇപ്പോ ക്രീം എന്ന മന്ത്രം പ്രാണൻ വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മനസ്സു വല്ലാതെ അസ്വസ്ഥമായിരിക്കുകയാണെങ്കിൽ ശാന്തി അല്ലെങ്കിൽ റാം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് ആ പ്രാണനെ ശാന്തമാക്കാൻ സഹായിക്കും. സംഗീതത്തിനും നിറങ്ങൾക്കും പ്രാണനെ സ്വാധീനിക്കാൻ പറ്റും. നല്ല ഉന്മേഷം തരുന്ന സംഗീതം കേൾക്കുന്നത്, അതുപോലെ കടും നീലയോ മരതകപ്പച്ചയോ പോലുള്ള നിറങ്ങൾ കാണുന്നതും ധ്യാനിക്കുന്നതും
പ്രാണന്റെ അളവ് കൂട്ടാൻ സഹായിക്കുമത്രേ. ഇനി നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് വരാം. നമ്മുടെ ജീവിതശൈലിയിലൂടെ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ, ധരിക്കുന്ന രത്നങ്ങൾ, ഇതിലൂടെയൊക്കെ എങ്ങനെ പ്രാണനെ കൂട്ടാമെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ പ്രാണനെ നിലനിർത്താൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണിത്. ഹെവി ഫുഡ് ഒഴിവാക്കി ലൈറ്റായിട്ട് കഴിക്കുക, ഫ്രഷ് ജ്യൂസുകളൊക്കെ കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ബ്രഹ്മി പോലുള്ള ഔഷധസസ്യങ്ങൾ ഉപയോഗിക്കാം. പിന്നെ എണ്ണ തേച്ചുള്ള കുളി, ഇതെല്ലാം പ്രാണനെ ബാലൻസ് ചെയ്യാൻ വളരെ നല്ലതാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പ്രാണൻ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നല്ല കാറ്റും വെളിച്ചമുള്ളൊരിടത്ത് ശാന്തമായി നിൽക്കുക. എന്നിട്ട് ചുറ്റുമുള്ള ആ ജീവശക്തിയില്ലേ, അത് നമ്മുടെ കണ്ണുകളിലൂടെയും തൊലിയിലൂടെയുമൊക്കെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒഴുകി നിറയുന്നതായി സങ്കൽപ്പിക്കുക. എന്തൊരു ഫീലായിരിക്കും അത്! രത്നങ്ങൾക്ക് പോലും പ്രാണനെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. ഉദാഹരണത്തിന്, ഇന്ദ്രനീലം പോലുള്ള ശനിയുമായി ബന്ധപ്പെട്ട രത്നങ്ങൾ നടുവിരലിലും മർദ്ദകം പോലുള്ള ബുധനുമായി ബന്ധപ്പെട്ട രത്നങ്ങൾ ചെറുവിരലിലും ധരിക്കുന്നത് പ്രാണനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമത്രേ. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രാണനെ നിയന്ത്രിക്കാനുള്ള ശ്രമം ഒരിക്കലും ഒരു പിടിവാശിയാകരുത്. അത് നിർബന്ധിച്ച് ചെയ്യേണ്ട ഒന്നല്ല. നിരന്തരമായ പരിശീലനത്തിലൂടെയും പൂർണ്ണമായ സമർപ്പണത്തിലൂടെയും അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണ്. അല്ലാതെ ബലം പ്രയോഗിച്ചാൽ ടെൻഷൻ കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? ഊർജ്ജം നേടാനുള്ള ഈ പുരാതന വഴികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉണർവ് കൊണ്ടുവരാൻ ഏതു മാർഗമാണ് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിക്കാൻ പോകുന്നത്? ഒരുപക്ഷേ അതൊരു ലളിതമായ ശ്വാസമെടുക്കലായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റമായിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ.